കറക്റ്റ് ആൻസർ. എങ്കിലും ഒറ്റ കണ്ണനാണ്. ആരാണ്? എന്തുറുമ്പ്? ഇഷ്ടം കൂടാമോ നിന്നെ കൂടാ. ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ച് നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെ നമുക്ക് ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? തീർത്ഥ. എന്താ? തീർത്ഥ. തീർത്ഥ. സൗണ്ട് പോയി ഇടയ്ക്ക് വെച്ചിട്ട്. ഞാൻ കരുതി പതുക്കെ സംസാരിക്കത്തുള്ളൂ. എവിടെ സ്ഥലം? മാമ്പഴക്കര, നെയ്യാറ്റിങ്കൽ. എന്ത് ചെയ്യുന്നു? ഞാനോ 7th പഠിക്കുന്നു. 7th. നന്ദന. എവിടെ സ്ഥലം? മലയൻകീഴ്. എന്ത് ചെയ്യുന്നു? ഫാർമസി. ഫാർമസി. പൂജ. വീട് നെയ്യാറ്റിങ്കര. ബിടെക്. ബിടെക്. സന്ധ്യ. നെയ്യാറ്റിങ്കര. എന്ത് ഹൗസ് ചെയ്യുന്നു? ഹൗസ് വൈഫാ. സ്നേഹ, മലയൻകീഴ്, +1. +1. ആശ. സ്ഥലം മലയൻകീഴ്. ജോലി ആധാരം എഴുതി. ആധാരം എഴുതി. അമ്മ കൂടെ 2 ആധാരം എഴുതി തരണേ ഫ്രീയായിട്ട്. അപ്പോൾ ഈ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ VMTV ന്യൂസിൻ്റെ ഒരു ഇഞ്ചോടിഞ്ച് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ്. 10 രസകരമായ കുസൃതി ചോദ്യമാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇഷ്ടമുള്ള ആൻസർ പറയാം. ഏതാണോ കറക്റ്റ് ആൻസർ അപ്പോൾ ഞാൻ പോയിൻ്റ് തരും. അത്രയേ ഉള്ളൂ. ഒരു ടെൻഷനും വേണ്ട. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. ഏറ്റവും കൂടുതൽ ഇന്ന് ആരാണോ പറയുന്നത് അവരാണ് ഈ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ വിജയി. ഓക്കെ, കണ്ണും തള്ളി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ചോദ്യം, വെള്ളത്തിലിട്ടാൽ ചീയാത്ത വള്ളി ഏതാണ്? വെള്ളത്തിലിട്ടാൽ ചീയാത്ത വള്ളി. ഈ വള്ളി മാത്രം ചീയത്തില്ല. നമുക്ക് എല്ലാ പേർക്കും ഉള്ളതാണ് ഈ ഒരു വള്ളി. മുടി. മുടി. കറക്റ്റ് ആൻസർ. അതേ മോൾ ആൻസർ പറഞ്ഞു. അവൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു. നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സുന്ദരൻ എങ്കിലും ഒറ്റ കണ്ണനാണ്. ആരാണ്? സുന്ദരനാണ് പക്ഷെ ഒറ്റ കണ്ണനാണ്. ഒറ്റ കണ്ണേ ഉള്ളൂ. ജീവനുള്ള വസ്തു അല്ല. അല്ലേ? ഒരു മരത്തിൽ നിന്ന് കിട്ടുന്ന തേങ്ങ. അല്ല, ഒറ്റ കണ്ണൻ. അതിൽ 3 കണ്ണില്ലേ? ഇത് ഒറ്റ കണ്ണൻ. കൊച്ചങ്ങ അല്ല. കൊച്ചങ്ങി കൊള്ളാലോ, നല്ല ആൻസറില്. ഒറ്റ കണ്ണൻ. ഒരു കുരുവാണിത്. കുരു. കുന്നിക്കുരു. കറക്റ്റ് ആൻസറാണ്. അപ്പോൾ ചേച്ചിക്ക് ഒരു പോയിന്റ് കിട്ടി. നല്ലൊരു ക്ലാപ്പ്. ആരുടെ അമ്മയത്? സന്തോഷം കണ്ട മനസ്സിലായി. എല്ലാവരും ഒരു ഫാമിലി അല്ലേ? ചേച്ചി മക്കളും. ശരിയാണല്ലോ. രണ്ടുപേരും വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റാണ്. ഓക്കെ, ഫേസ് കാണും. രണ്ടുപേരും ഒരുപോലെ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സുന്ദരൻ കുളിച്ചപ്പോൾ ചൊറിക്കുട്ടനായി. ആരാണ്? ക്വസ്റ്റ്യൻ കൊള്ളത്തില്ല. ക്വസ്റ്റ്യൻ കൊള്ളത്തില്ല. ഒരു സുന്ദരൻ കുളിച്ചപ്പോൾ ചൊറിക്കുട്ടനായി. ഇത് കഴിക്കുന്ന ഒരു സാധനമാണ്. വെറ്റിയുണ്ടാക്കുമല്ല, ഇത് കഴിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഓണത്തിനൊക്കെ കഴിച്ചതാണ്. കുളിച്ചപ്പോൾ പായസം. അതിലൊക്കെ ഉള്ള ഒരു സാധനം. സുന്ദരൻ കുളിച്ചപ്പോൾ ചൊറിക്കുട്ടനായി. ആൻസർ പറഞ്ഞു. ഇവിടെ ആലോചിച്ച് പറയുന്നതേ ഉള്ളൂ. അട. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസർ കിട്ടും. സൂര്യനിൽ ഉണ്ട്, ചന്ദ്രനിൽ ഇല്ല, ചിങ്ങത്തിലുണ്ട്, മിഥുനത്തിലില്ല, ഞാൻ ആര്? അല്ല, ഒന്നുകൂടെ വായിക്കാം. സൂര്യനിലുണ്ട്, ചന്ദ്രനിൽ ഇല്ല, ചിങ്ങത്തിലുണ്ട്, മിഥുനത്തിലില്ല, ഞാൻ ആര്? സൂര്യനിലുണ്ട് അല്ല, സൂര്യനിലുണ്ട്, ചന്ദ്രനിൽ ഇല്ല. അപ്പൊ സൂര്യനിൽ എന്താണുള്ളത്, ചന്ദ്രനിൽ എന്തില്ല എന്ന് ആലോചിക്കണം. പ്രകാശം അല്ല, വെളിച്ചം. സൂര്യനിലുണ്ട്, ചന്ദ്രനിലില്ല. ഇല്ല. ചിങ്ങത്തിലുണ്ട്, മിഥുനത്തിലില്ല. രണ്ട് സംഖ്യകൾ ചേർത്തെടുക്കണം. അതിൽ നിന്ന് ചന്ദ്രനിലില്ല. സൂര്യനിലുണ്ട്, ചന്ദ്രനിലില്ല, ചിങ്ങത്തിലുണ്ട്, മിഥുനത്തിലില്ല. സൂചി. കറക്റ്റ് ആൻസർ. മൈ ഗോഡ്, ചിരി സഹിക്കാൻ പറ്റുന്നില്ല.
അപ്പോൾ ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. അല്ല അവർക്ക് 4 പേർക്ക് വേണം. അത് തന്നെ, ഇവിടെ 4 പേർക്കായല്ലേ, 2 പേർക്ക് ഇല്ലാതെ ഉള്ളു. വിഷമിക്കേണ്ട, ആർക്കെങ്കിലുമൊക്കെ ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സൂചി പോലെ ഇല വന്ന് പായ പോലെ വിരിഞ്ഞു, എന്താണ്? സൂചി പോലെ ഇങ്ങനെ ഇല വന്നിട്ട് പായ പോലെ ഇങ്ങനെ വിരിയും. താമര അല്ല. ആമ്പലല്ല. വെച്ചില്ല. ഇലകൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഇല വന്നിട്ട് പായ പോലെ ഇങ്ങനെ വിരിഞ്ഞു വരും, എന്താണ്? ഏത് ഇലയാണത്? ഒരു ഇലയാണ്. മാവിലല്ല. ഓലയോ? ഓലല്ല, വേറെ. വാഴയില്ല. വാഴയില്ല, കറക്റ്റ് ആൻസർ. ഞാൻ പറഞ്ഞില്ലേ കിട്ടും, വെറുതെ പറഞ്ഞതാ. വെറുതെ പറഞ്ഞതല്ലേ? അതെ, വാഴയില്ല, കറക്റ്റ് ആൻസർ. ഇനി ഇതേ ഈ ഒരു മകൾ കൂടി ആൻസർ പറയാനുള്ള, ബാക്കി എല്ലാവർക്കും ഓരോ പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൊമ്പിന്മേൽ തുളയുള്ള കാള ഏതാണ്? കൊമ്പിന്മേൽ തുളയുള്ള കാള, വീട്ടിലൊക്കെ കാണുന്ന ഒരു സാധനം. തുളയുള്ള ഒരു കാള. കാളയെന്ന് പറയുന്നത് ഒരു ഉപമയായിട്ടൊന്ന് പറഞ്ഞേക്കുന്നതേ ഉള്ളൂ, അത് കാര്യമാക്കണ്ട. എന്താണ് ആ സാധനം? കൊമ്പിന്മേൽ. അതല്ല, അതിന് കൊമ്പുണ്ട്, അതിന്റെ മേലെ തുളയും ഉണ്ട്, എന്താണ്? താക്കോല്. കൂട്ട്. അതല്ല. അതല്ലേ ഹിന്ദുക്കളുടെ വീട്ടിൽ ഇത് കാണും. വിളക്കോ? ആദ്യം ഇപ്പൊ 2 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ് മുന്നിട്ട് നിൽക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കോട്ടപ്പടിയിൽ 32 കാവൽക്കാർ. കോട്ടപ്പടിയിൽ കാവൽക്കാർ. അതെ, ഇവിടെ ആൻസർ പറഞ്ഞു. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ ഇവിടെയും പറഞ്ഞു, 2 ക്വസ്റ്റ്യൻ അവിടെയും പറഞ്ഞു. അതാണ് അവള് പറഞ്ഞു, എനിക്കറിയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരമ്മ പെറ്റതെല്ലാം കറുത്ത പട്ടാളം. തീപ്പെട്ടിയല്ല. വണ്ടല്ല. ഒരു അമ്മ പെറ്റതെല്ലാം കറുത്ത പട്ടാളം. തീപ്പെട്ടിക്കൊള്ളി. അതല്ല. കുരുമുളക്. അല്ല. കടുക്. കറുത്ത പട്ടാളം എന്ന് വെച്ചാൽ ഫുള്ള് കറുപ്പാണ്, ജീവനുള്ള വസ്തുവാണ്, ചെറുത്. അതന്നെ. എന്ത് ഉറുമ്പ്? ഇവിടെ പോയിന്റ് കൊടുക്കാൻ കേട്ടോ. ഭയങ്കര ഉത്സാഹമായിട്ട് ആൻസർ പറഞ്ഞു. ഇവിടെ 2, അവിടെ 2, ഇവിടെ 2. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് പണ്ട് മുതലേ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കിക്കിലിക്കും കിലിയിലേക്കും ഉത്തരത്ത് ചത്തിരിക്കും. താക്കോൽ കൂട്ടം കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു. ഇനി 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാലില്ലാത്ത അമ്മയ്ക്ക് വാലുള്ള മക്കൾ. ചൂലല്ല. വാലില്ലാത്ത അമ്മയ്ക്ക് ജീവനുള്ള വസ്തുവാ, ജീവനുള്ള ഒരു ജീവിയാണ്. പല്ലി. പല്ലിയല്ല. വാലില്ലാത്ത അമ്മയ്ക്ക് വാലുള്ള മക്കൾ. വാലില്ല, അമ്മയ്ക്ക് വാലില്ല എന്ന് വെച്ചാൽ കൊച്ചിലെ വാല് ഉണ്ടാകും, വലുതാകുമ്പോ വാല് കാണത്തില്ല. ഫ്രോഗ്. യെസ്, ഫ്രോഗ് കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഇവിടെ എത്ര ക്വസ്റ്റ്യൻ്റെ ആൻസർ? 2. ആന്റിയാണ് ജയിച്ചത്, 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു. എന്താ പേര്? ആശ. അപ്പോൾ ആശ ആന്റി ഇന്ന് 10 ക്വസ്റ്റ്യനിൽ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞ് വിജയിച്ചിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം? എങ്ങനെ ഉണ്ടായിരുന്നു? രസമുണ്ടായിരുന്നു. എൻജോയ് ചെയ്തു. അമ്മ ഇങ്ങനെ നോക്കിയോ, അമ്മ എനിക്ക് ഇങ്ങനെ ആൻസർ ജയിച്ചു എന്നും പറഞ്ഞ് നോക്കി, കണ്ടെടുക്കാതെ നോക്കുകയാ. കണ്ടിട്ട് മതിയാവില്ല. കൊള്ളാം. എന്തോടെ കൊള്ളാം. പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം കളിയാടാമീ കിളിമരത്തണലോരം കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ
ഇവിടെയൊക്കെ തീർന്നപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്തു വരുന്നു. എങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ കിടു. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയിയായ ആശാന്റിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു ചെറിയ സ്നേഹോപകാരം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.